or chat, come take a bite. Flavor and fun every day and night. Stories that simmer, laughter that's real. Family moments, every meal's a feel. Chat with love's on the plate. Serving flavor and fun, you just can't wait. Flavor Pod, family, and every bite. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാറ്റോ ചാറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ മെക്സിക്കൻ സ്റ്റൈൽ ബിരിയ ടാക്കോസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പലതരത്തിലുള്ള ടാക്കോസ് കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്കോസാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ ഡെയിലി കഴിക്കുന്ന ചോറ്, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, കൂട്ടാൻ, കറി ഇതിൽ നിന്നൊക്കെ ഒന്ന് വെറൈറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിലും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി നോക്കാം. ഈ ടാക്കോസിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒരു സോസാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടാവുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു സവാള ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തതും, ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ഒരു കുഞ്ഞു തക്കാളി ഇത്രയും കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഈ ഉള്ളിയൊക്കെ നന്നായി വാടി ആ തക്കാളിയുടെ തൊലിയൊക്കെ ഇളകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി വാടി തുടങ്ങുന്ന ആ സമയത്ത് ഇപ്പം ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് നമ്മളുടെ ഉണക്കമുളക് ഞാനൊരു 6-7 ഉണക്കമുളക് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുക, ഒരു സിനമൺ സ്റ്റിക്ക്, പട്ട അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഒരു പട്ടയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയുടെ തൊലിയൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്, ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് ഇളക്കി നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസില്, മീഡിയം ഫ്ലെയിമിൽ ഒരു വിസില് കേൾപ്പിക്കുക. അതുവരെ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസില് കേൾക്കുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ കുക്കറിലിട്ട് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഒരു വിസിൽ കേൾപ്പിച്ച് അത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇത്രയും ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. ആ വെള്ളവും ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. അപ്പം ഞാൻ അത് നന്നായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ യൂസ് ചെയ്ത കുക്കറിൽ തന്നെ ഞാൻ തിരിച്ചു ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി വാഷ് ചെയ്ത് ബീഫ്, നിങ്ങൾക്ക് ബീഫ് എടുക്കാം, പോർക്ക് എടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ എടുക്കാം, അല്ലെങ്കിൽ മട്ടൺ ആയാലും എടുക്കാം. അപ്പം ഇതിലേത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഈ സോസിലാണ്, മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്ത ആ സോസിലാണ് നമ്മൾ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ കുക്കർ അടച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്യുക. അപ്പം നമ്മളെ ബീഫ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീഫ് ആ സോസിൽ നിന്ന് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പം ഞാൻ ബീഫൊക്കെ ആ സോസിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ബീഫ് മാറ്റി എടുത്ത് വെച്ചേക്കുന്ന ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ആ സോസ് ഒരു ഇച്ചിരി അതിൻ്റെ അകത്തിട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് 2 ഫോർക്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കുക. ആ ബീഫെല്ലാം നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് അതിലേക്ക് ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഒരു ഇച്ചിരി മൊസറല്ല ചീസ് ഷ്രെഡ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാളയും ഗ്രീൻ ഒണിയനും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക.
ഉപ്പും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവും ആയോ എന്ന് നോക്കുക. എരിവിടുമ്പം നമ്മളുടെ സോസിലും ആ ഉള്ള എരിവ് വെച്ചിട്ട് വേണം ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ടാക്കോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ടോർട്ടിലയാണ്. അപ്പോൾ ടോർട്ടില ഞാനിവിടെ യെല്ലോ കോൺ ടോർട്ടിലയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് മിക്ക സൂപ്പർ മാർക്കറ്റ്സിലും നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ടോർട്ടില മേടിക്കുക. ചെറിയ ടോർട്ടില മേടിക്കാൻ നോക്കുക, മറ്റേ വലിയ സൈസ് അല്ല, ചെറിയ ടോർട്ടിലയുണ്ട്, അത് മേടിക്കുക. അപ്പോൾ ആദ്യം നമുക്കൊരു പാനിൽ കുറച്ച് ബട്ടർ തേച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ആ ടോർട്ടില നമ്മൾ നേരത്തെ ബീഫൊക്കെ കുക്ക് ചെയ്തെടുത്ത ആ സോസ് ഉണ്ടല്ലോ, ആ സോസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഈ ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്യുക. 2 സൈഡും മൊരിഞ്ഞതിന് ശേഷം കുറച്ച് ചീസിൻ്റെ സ്ലൈസ് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബീഫിൻ്റെ കൂട്ട് അത് കുറച്ച് വെച്ച് കൊടുക്കാം. ആ ടോർട്ടിലയുടെ ഹാഫ് പോർഷനിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ മസാല ദോശയ്ക്കൊക്കെ വെക്കൂലേ, അതുപോലെ വെച്ചിട്ട് മറ്റേ സൈഡിൽ നിന്നുള്ളത് ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പം നമ്മളുടെ ടാക്കോസ് ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരണം. സോഫ്റ്റ് ടാക്കോസും ഉണ്ട്, നല്ല ക്രിസ്പി ടാക്കോസും ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു 1/2 kg ബീഫും കൊണ്ട് ഞാനിവിടെ ഒരു 10 ടാക്കോസോളം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാൻ എല്ലാം ടാക്കോസും ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ ടാക്കോസും ആദ്യം ആ ടോർട്ടില്ല ആ സോസിൽ ഡിപ്പ് ചെയ്ത് 2 സൈഡും നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ബട്ടറിൽ നന്നായിട്ട് 2 സൈഡും മുരിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ഫില്ലിങ് വെച്ച് കൊടുക്കും. ചീസും ഫില്ലിങ്ങും കൂടെ, ബീഫിൻ്റെ ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുത്ത് മടക്കി വെച്ച് 2 സൈഡും മുരിച്ചെടുത്തതിന് ശേഷം നമ്മൾ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുവാണ്. അപ്പം ഞാനിവിടെ ഒരു 4 ടാക്കോസ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കൂട്ടൊക്കെ നമ്മൾ തലേദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചാൽ അടുത്ത ദിവസം രാവിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പം നമ്മളുടെ ടാക്കോസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി സോസ്, എരിവുള്ള ഏതെങ്കിലും സിറാച്ച സോസോ അല്ലെങ്കിൽ നോർമൽ ചില്ലി സോസ് ആയാലും മതി, അത് ഈ ടാക്കോസിൻ്റെ മേളിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചോപ്ഡ് ഗ്രീൻ ഓണിയൻസും കൂടെ വെച്ച് ഗാർണിഷ് ചെയ്താൽ മെക്സിക്കൻ സ്റ്റൈൽ ബിർറെ ടാക്കോസ് ഇവിടെ റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോൺ വെജ്, ചിക്കൻ, പോർക്ക്, ബീഫ്, മട്ടൻ എന്ത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു സോസാണ് ഞാൻ സൈഡിൽ സെർവ് ചെയ്തേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു സോസില്ലേ, ബീഫൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുത്ത ആ സോസ് തന്നെയാണ് ടാക്കോസിൻ്റെ ഡിപ്പിംഗ് സോസായിട്ട് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഈ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.